ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പിപ്പീസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിത തിരക്കുകൾക്കിടയിൽ ഒന്ന് റിലാക്സ് ആവാൻ, എല്ലാം മറന്ന് ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. അങ്ങനെ ചെറിയൊരു വൺ ഡേ ട്രിപ്പിന് ഇറങ്ങിയതാണ് ഞങ്ങൾ. കട്ടപ്പനയിൽ നിന്നും വാഗമൺ വഴി തീക്കോയി ചെന്നിട്ട് അവിടുന്ന് ഇല്ലിക്കൽ കല്ലിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇന്നലെ വരെ മഴയുണ്ടായിരുന്നെങ്കിലും ഇന്ന് മാനമൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി കാലാവസ്ഥയാണ്. ട്രിപ്പിന് പറ്റിയ കാലാവസ്ഥയാണ്. വാഗമൺ റൂട്ടിലൂടെയുള്ള യാത്ര എപ്പോഴും നമുക്ക് പ്രത്യേകിച്ചൊരു ഡെസ്റ്റിനേഷൻ ഇല്ലെങ്കിൽ പോലും ഭയങ്കര അടിപൊളിയാണ്. റോഡിലെ സൈഡിലെ കൊക്കയും കുന്നുകളും. പലപ്പോഴും ഇതുവഴി പോകുമ്പോൾ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇവർ ഈ പ്രതിമയുടെ പണി തീർക്കാത്തതാണ്. പ്രത്യേകിച്ച് ഇതൊരു അടിപൊളി വ്യൂ പോയിൻ്റ് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. പണി തീർന്നിട്ടൊന്നുമില്ലെങ്കിലും ഇതിൻ്റെ നമ്മുടെ നേച്ചറിൻ്റെ കാഴ്ച കാണാൻ ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് ഇന്നൊരു അവധി ദിവസം അങ്ങനെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. റോഡിലും ഓരോ വ്യൂ പോയിൻറ്റുകളിലും നല്ല തിരക്കുണ്ട്. മുകളിലത്തെ വ്യൂ പോയിൻറ്റിൽ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് അവിടെ ഇറങ്ങാതെ ഇവിടെ താഴെ വന്നിട്ട് ഇവിടെ ഇറങ്ങിയ മുകളിലേക്ക് നോക്കി നന്നായിട്ട് കാണാം ആ വ്യൂ. മലകളും ചുറ്റും മലകളും, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്നൊരു പ്രദേശമാണ് ഈ ഇല്ലിക്കക്കല്ല് എന്ന് പറയുന്ന സ്പോട്ട്. ഇത് കോട്ടയത്തു നിന്നാണെങ്കിൽ 56 കിലോമീറ്റർ, ഈരാറ്റുപേട്ടയിൽ നിന്ന് കൃത്യം 18 കിലോമീറ്റർ ഈ ഇല്ലിക്കക്കല്ലിലേക്കുള്ളൂ. പാലായിൽ നിന്നാണെങ്കിൽ 30 കിലോമീറ്റർ. ഇതാണ് നമ്മുടെ ഇല്ലിക്കക്കല്ലിൻ്റെ സ്പോട്ട്. നമ്മളിവിടെ വന്ന് ഇവിടം വരെ നമുക്ക് നമ്മുടെ വണ്ടിയും കൊണ്ട് ചെല്ലുന്ന വണ്ടിയും കൊണ്ട് എത്താൻ പറ്റത്തുള്ളൂ, ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ പാർക്ക് ചെയ്ത് 50 രൂപ ടിക്കറ്റൊക്കെ എടുത്ത് വേണം നമ്മൾ മുകളിലേക്ക് കയറാൻ. ഇവിടെ വരെ ബസ് സർവീസും ഉണ്ട്. ബസ് സർവീസും അവൈലബിൾ ആണ് ഇവിടെ വരെ, ഈ ഒരു സ്പോട്ട് വരെ. നല്ല വെയിലാണ്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വെയിലായിരുന്നു. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ടിക്കറ്റ് എന്ന് പറഞ്ഞ ഒരാൾക്ക് 20 രൂപ, അഡൽസിന് പിള്ളേർക്ക് 10 രൂപ. പിന്നെ വണ്ടി പാർക്കിംഗ് ഫീ ആയിട്ടൊരു 26 രൂപ. മൊത്തത്തിൽ ഞങ്ങൾക്ക് 4 പേർക്ക് കൂടെ 86 രൂപയായതുള്ളൂ. പിന്നെ ഇവിടുന്ന് ജീപ്പ് സർവീസ് ഉണ്ട് മുകളിലേക്ക്. കുറച്ച് നടന്നു പോകാനുള്ള കുറേ ഉണ്ട്. അപ്പോൾ ജീപ്പിനാണെങ്കിൽ ഒരുപാട് പേരും വരുന്നവരെല്ലാവരും ജീപ്പിന് കയറി മുകളിൽ പോകുന്നുണ്ട്, നടന്നു പോകുന്നവരുണ്ട്. സോ ഒരാവേശത്തിന് ഞങ്ങൾ നടന്നു പോയേക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നടന്നാണ് പോയത്, ഞാനും അവളും പിള്ളേരും കൂടെ. പക്ഷേ അതിന് മണ്ടത്തരമായെന്ന് കുറച്ച് കയറി കഴിഞ്ഞപ്പോഴേക്ക് തോന്നി. താഴെ നിന്ന് മുകളിൽ വ്യൂ പോയിൻ്റ് വരെ അങ്ങ് മുകളിൽ എത്തണമെങ്കിൽ ഏറെക്കുറെ 3 കിലോമീറ്റേഴ്സ് ഉണ്ട്. 2.5-3 കിലോമീറ്റർ അടുത്തുണ്ട്. അത്രയും നടന്ന് കയറുക എന്നുള്ളത് പിള്ളേരെയും കൂടി ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഞങ്ങൾ കയറി ഏതായാലും. അതുകൊണ്ട് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ജീപ്പിനും പോയി തിരിച്ച് നടന്നു വരുന്നതായിരിക്കും നല്ലത്. പോയ വഴിക്ക് പോകുമ്പോൾ വഴിയിലൊക്കെ ഇരുന്ന് മടുത്ത് ഞങ്ങൾ ഷോർട്ട് കട്ട്സൊക്കെ കണ്ടുപിടിച്ച് ഷോർട്ട് കട്ട്സൊക്കെ കയറിയാണ് പോയത്. നേരെ നമ്മൾ നടന്ന് കയറി പോയാൽ എത്തില്ല. അപ്പം മൊത്തം
ഹെയർ പിൻ വളവുകളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ഉള്ള വഴി ആരണ്ടൊക്കെ ഓരോ ചെറിയ ചെറിയ കുറുക്ക് വഴികൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതുവഴി കയറി പോയി. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഇപ്പോൾ ഇല്ലാത്തവരൊക്കെ കയറി പോകുമ്പോൾ സൂക്ഷിക്കണം. കുഞ്ഞുങ്ങൾ കയ്യും നമ്മുടെയൊക്കെ കയ്യും ഒക്കെ മുറിഞ്ഞെന്ന് വരും. എടുക്കാമെന്ന് പറഞ്ഞിട്ട് കേക്ക് വല്ലായിരുന്നു. സോ അങ്ങ് വിട്ടു. എൻജോയ് ചെയ്യട്ടെ അമ്മ. നമ്മൾ കുറേ നടന്നു. ഇനിയും ആ കാണുന്ന അങ്ങ് മുകളിൽ കാണുന്ന തുമ്പത്തെത്തണം. അത്രയും കൂടെ നടക്കാനുണ്ട്. ഈ സ്പോട്ട് വരെയാണ് ജീപ്പ് വരുന്നത്. ഇതാ മുകളിലത്തെ സ്പോട്ടാണ്. ഇവിടെ വരെയാണ് ജീപ്പ് സവാരി ഉള്ളത്. ഇവിടുന്ന് നമുക്കൊരു ഏകദേശം ഒരു 10 മിനിറ്റ് നടന്നെങ്കിൽ അങ്ങ് 15 മിനിറ്റ് നടന്നെങ്കിൽ അങ്ങ് മുകളിൽ എത്തത്തുള്ളൂ. ഇവിടുന്ന് വേറെ വണ്ടിയൊന്നുമില്ല. വരുന്നവരെല്ലാവരും നടന്നു തന്നെ കയറണം. ഇല്ലിക്കക്കല്ല് ഏകദേശം സമുദ്രത്തിൽ നിരപ്പിൽ നിന്നും ഏകദേശം 3400 അടി, ഏറെക്കുറെ 4000 അടി ഉയരത്തിൽ നിൽക്കുന്നൊരു മലയാണ്. ഇതിപ്പോൾ നമ്മൾ നടന്ന് ഏറെക്കുറെ പകുതി കയറി. അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്നതാണ് നമ്മളുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം. അവിടെ നിന്ന് അത്രയും നടന്ന് കയറിയാണ് നമ്മൾ ഇനി മുകളിലെത്തിയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഒരല്പം കൂടെ കയറാനുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ സഞ്ചാരികൾക്ക് ആ മലയുടെ മുകളിലേക്ക് പോകാൻ സാധിക്കുമായിരുന്നു. ഏകദേശം 1.5 അടി മാത്രം വീതിയുള്ള വഴിയിലൂടെ വളരെ പ്രയാസപ്പെട്ട് വേണമായിരുന്നു അതുവഴി പോകാൻ. നരകപാലം എന്നാണ് ആ പാതയൊക്കെ അറിയപ്പെട്ടിരുന്നത്. പിന്നെ അവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ നടന്നു. അതിനുശേഷം സഞ്ചാരികൾ അങ്ങോട്ട് അനുവദിക്കുന്നില്ല. അവിടെല്ലാം ക്ലോസ്ഡാണ്. കുറേ നേരം അതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്തിട്ട് അവിടുത്തെ ബ്യൂട്ടി എല്ലാം ആസ്വദിച്ച ശേഷം ഞങ്ങൾ നേരെ താഴോട്ടിറങ്ങി. താഴോട്ടിറങ്ങുന്നത് നല്ല റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. ഇവിടെ ഇരുവശങ്ങളിലും കൈവരികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും
ഈ ഒരു ഭാഗത്ത് താഴോട്ട് കുറേ ഏരിയ വരെ സ്റ്റെപ്സ് പിടിപ്പിച്ചിട്ട്, സ്റ്റെപ്സ് ഒന്നുമില്ല, അങ്ങനെ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം പറ്റും. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പിന്നെ ജീപ്പ് എടുത്തു. ജീപ്പിന് കുറച്ച് പൈസ കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ജീപ്പ് എടുത്തു, അല്ലെങ്കിൽ നടന്ന് എടപാട് തോന്നുന്നു. സോ ജീപ്പ് ഉള്ള യാത്രയും ഇവിടെ നേരെ താഴോട്ട് അടിപൊളിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണിത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് പേര് ഇതിലെ നടന്ന് കയറുന്നുമുണ്ട്. ഇവിടുന്ന് നമ്മളിനി ഇറങ്ങി നേരെ പോകുന്നത്, പ്ലാൻ ചെയ്തിരിക്കുന്നത് മർമല വാട്ടർഫോൾസ് ഒരു വാട്ടർഫോൾസ് ഉണ്ട്, അവിടെയും കൂടെ ഒന്ന് പോകണമെന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് വേറെ സ്പോട്ടുകളുണ്ട്. ഇലവിഴ പുഞ്ചിറ, പിന്നെ കട്ടിക്കയം വാട്ടർഫോൾസ്, കീഴാർകുട്ട വാട്ടർഫോൾസ്, മർമല വാട്ടർഫോൾസ്, അങ്ങനെ നിരവധി വേറെ സ്പോട്ടുകളുണ്ട്. വൺ ഡേ ട്രിപ്പിന് തന്നെ സമയം കിട്ടും നമുക്കൊന്ന് പോയി വരാം. ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ മർമല വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത്. ഇതാണ് മർമല വാട്ടർഫോൾസിൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്ന് നമുക്ക് ഒരു 20 രൂപ ടിക്കറ്റൊക്കെ എടുത്ത് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്, ഏറെക്കുറെ ഒരു 10 മിനിറ്റോളം നടക്കാനുണ്ട്. വലിയ വഴിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സോ ഈ നടപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഇവിടെ വലിയ ആൾത്തിരക്കൊന്നും കണ്ടില്ല, ഒരാളെപ്പോലും ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ കുറേ 10 മിനിറ്റ് നടന്നെങ്കിൽ പോലും ഒരാളെപ്പോലും ഞങ്ങൾ കണ്ടില്ല. ഇവിടെ കുറേ റെസ്ട്രിക്ഷൻസ് കൊണ്ട് ഇതൊക്കെ റിബണൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പുറത്തോടെ ക്രോസ് ചെയ്ത് പോകാതിരിക്കാൻ. ഇതാണ് മർമല വാട്ടർഫോൾസ്. നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല പച്ച നീല കളർ വെള്ളം എന്ന് പറഞ്ഞാൽ അടിപൊളി വെള്ളമാണ്. ഇതിൽ ശരിക്കും സൂക്ഷിച്ച് തന്നെ വേണം പോകാൻ. കാരണം നമുക്ക് ആ വാട്ടർഫോളിൻ്റെ അടുത്തോട്ട്, വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അവിടെ വലിയ പാറകളൊക്കെ കിടക്കുവാണ്. അവിടെ നമുക്ക് അങ്ങോട്ട് പോയി കാണാനുള്ള ഒരിതില്ല. പിള്ളേരെയും കൊണ്ടൊന്നും പോയി കിടക്കില്ല. സോ ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് കിടന്ന് കയറി ചാടി ഒക്കെ കയറി പോയി. കുറച്ചിട്ട് നല്ല പച്ച അടിപൊളി വെള്ളം, നല്ല ഹൈറ്റിൽ നിന്നാണ് ഇത് വീഴുന്നത്. ഇതിനകത്ത് ഇറങ്ങരുത് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം നല്ല ശക്തിക്ക് തന്നെ വെള്ളം വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ഡീവിയേഷൻ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് താഴെ ഒത്തിരി നല്ല വീതിയുള്ള ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്കി ഒഴുകി വരുന്നത് ഇങ്ങോട്ടാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, കുറേ കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്. നമുക്ക് തെന്നലുണ്ടെന്നേ ഉള്ളൂ, സൂക്ഷിക്കണം. പക്ഷേ നല്ലൊരു സ്പോട്ടാണിത്.
ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ്. അതായത് നല്ല വെള്ളച്ചാട്ടത്തിന് സൗണ്ടും പിന്നെ കാടും. സ്ഥലത്തേക്ക് പോയിട്ട് നല്ല കാട് തന്നെ ഇത്. ഞാനവരെ താഴെ ഇരുത്തിയിട്ട് മുകളിലേക്ക് കയറി. മുകളിലേക്ക് കുറേ ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ നമ്മൾ ആദ്യം കണ്ട ആ വെള്ളച്ചാട്ടം നന്നായിട്ട് കാണാം. അവിടെ നിന്നാണ് ഈ താഴോട്ട് ഇങ്ങോട്ട് ഒഴുകി വരുന്നത് വെള്ളം മുഴുവൻ. ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യാം, നല്ല സൗകര്യമുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ തെന്നി വീഴരുത് എന്ന് മാത്രമേ ഉള്ളൂ. നല്ല വഴുക്കുള്ള പാറയാണ്. പ്രത്യേകിച്ച് പിള്ളേരെ കണ്ടൊക്കെ പോകും, ശ്രദ്ധിക്കണം. എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വൺ ഡേ പിക്നിക് കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഇത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു. ടേക്ക് കെയർ.